ഒത്തിരി സന്തോഷത്തോടുകൂടി അഭിനന്ദ പിതാവിനെ ഈ ഒരു ഓൺലൈൻ പഠന പരമ്പര ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ധാർമ്മിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രഞ്ജിത്ത് ചക്കമൂട്ടിലച്ഛനാണ്. അച്ഛനെയും ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി സ്നേഹത്തോടെ വന്നേർന്നിട്ടുള്ള എല്ലാ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനെയും ഈ ഒരു പഠന പരമ്പരയിൽ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദ പിതാവിനെ ഈ പഠന പരമ്പര ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ബെനഡിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, കുടുംബ കൂട്ടായ്മയുടെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട കുളത്തിങ്കിലച്ച, നമുക്കിന്നായിട്ട് ആദ്യം ഇതിന്റെ പഠന പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ് തന്നെ നമുക്ക് എടുക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പച്ചൻ, കുടുംബ കൂട്ടായ്മയുടെ പ്രിയങ്കരായ നേതാക്കളെ എല്ലാവർക്കും ഈ പഠന പരമ്പരയിലേക്ക് അച്ഛനോടൊപ്പം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ പഠന പരമ്പര ഇങ്ങനെയുള്ളതൊന്ന് ആദ്യമാണ്. നമുക്ക് എല്ലാവർക്കും കൂടുതൽ പരിചയമൊന്നും ഇങ്ങനെ ഇല്ല എങ്കിലും നമുക്കിതിലേക്ക് ഇങ്ങനെ പരിചയപ്പെട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കും. എപ്പോഴും അജ്ഞതയാണ് നമ്മൾക്ക് ബന്ധനമായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അറിവില്ലാത്തവർ ആവുമ്പോൾ നമുക്ക് അന്ധകാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ ഈശോ എന്ന പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഈ അജ്ഞത മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അങ്ങനെ പ്രകാശമാണെങ്കിൽ ഈശോയെ അറിയണ്ടേ, പ്രകാശമായിട്ട് നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെ അത് അറിയുന്നതിനുള്ള വലിയ ഒരു അവസരമാണ് പ്രിയപ്പെട്ട ബിനുവച്ചൻ നമുക്കായിട്ട് ഒരുക്കി തന്നത്. അദ്ദേഹം വളരെ ത്യാഗത്തോടും സ്നേഹത്തോടും കൂടെയാണ് ഈ സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഈ കുടുംബ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വമുണ്ട്, ബെനഡിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ ജെറിയാട്രിക് കെയറിന്റെ ഉത്തരവാദിത്വം അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി അതും ഏറ്റെടുക്കാൻ ഒരു മടിയൊന്നും പറയാതെ, അത് പ്രെസ്ബിറ്ററൽ കൗൺസിൽ തന്നെയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അപ്പൊ നമ്മുടെ റൂബി ജൂബിലിയോടൊക്കെ ചേർന്നിട്ട് അപ്പൊ അതിനും നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അതും ഏറ്റെടുക്കുക. അപ്പൊ അച്ഛൻ ഒരു വലിയ വിശാല മനസ്ഥിതിയോടുകൂടിയാണ് ഇതിലെല്ലാം അച്ഛൻ പങ്കെടുക്കുന്നത്. അപ്പൊ അച്ഛന്റെ വലിയൊരു ത്യാഗത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. അച്ഛന്റെ കഠിനാധ്വാനം, സമർപ്പണം. നമുക്കപ്പോൾ ഈ അവസരത്തിൽ അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അവര് എന്തുകൊണ്ടാണ് എമ്മാവുസിലേക്ക് പോയത്? യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ഈശോ ആരാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവർ എമ്മാവുസിലേക്ക് പോവുക. അപ്പോൾ ഈശോ അവരുടെ അടുത്തെത്തി. ഈശോ അവരുടെ എത്തിയ ശേഷം അവരോട് പറയുക, മൂഢന്മാരെ എന്നാണ് അവരെ വിളിക്കുന്നത്, ഭോഷന്മാരെ എന്നാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെന്താ ബൈബിള് വായിക്കാത്തത്? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണ്ടേ? പഠിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഈ അജ്ഞരായിട്ട് കഴിയാതെ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറയുക. ഉടനെ ഈശോ അവരോട് പറഞ്ഞത് മർക്കോസിന് സുവിശേഷം 12:24 പറയുന്ന വചനം മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്ന്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? അതാണ് ഈശോ അവരോട് ചോദിച്ചത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ. അപ്പൊ നമുക്ക് വിശുദ്ധ ലിഖിതങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ സഭ എന്താണെന്ന് അറിയുക. അപ്പൊ സഭ എന്താണെന്ന് മനസ്സിലാക്കിയാല് നമുക്ക് സഭയെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള വലിയ ഒരു അവസരമാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? മാസത്തിൽ 2 തവണയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് ഒരു വലിയ അവസരം കിട്ടുക. കുടുംബ കൂട്ടായ്മയിലുള്ള നമുക്ക് കഴിയുന്നത്ര ആളുകളെയും ഇതിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ പങ്കെടുപ്പിച്ചാൽ അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മൾ എവിടെയാണോ ജ്ഞാനം കിട്ടുന്നത് അവിടെ പ്രബോധനം അന്വേഷിച്ച് പോകണമെന്നുള്ള വചനം അന്വർത്ഥമാക്കണം. അപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടുന്നത് നമുക്ക് ഇവിടെ കിട്ടും, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും. നമുക്ക് എന്തൊരു വലിയ ഭാഗ്യം, ഒരു പുസ്തകം വായിക്കുന്നേക്കാളും ഒക്കെ എന്തോ ഒരു ഭാഗ്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആരംഭത്തിലേ പറയാനുള്ളത്, നമുക്ക് ലഭിച്ച ഈ വലിയ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തില്, സമൂഹത്തില് നിങ്ങൾ നല്ല നേതാക്കളാണ്. ആ നേതൃത്വം
അജ്ഞതയുള്ളവർക്ക് കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും കൂടെ കിണറ്റിൽ വീണു പോവുകയല്ലേ ഉള്ളൂ എന്ന് ഈശോ ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ജ്ഞാനം കിട്ടിയതിന് ശേഷം നമുക്ക് എല്ലാവരെയും ഈ വലിയ പ്രകാശത്തിലേക്ക് നയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വലിയൊരു സംരംഭത്തിന് നമ്മെ എല്ലാ സഹായം ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബെന്യച്ചനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആദ്യത്തെ ക്ലാസ് നമുക്ക് ധാർമ്മിക ശാസ്ത്രത്തെ കുറിച്ചാണ്. അതില് നമുക്ക് ഏറ്റവും ഡോക്ടറേറ്റ് ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചനാണ്. നമുക്ക് അഭിമാനമാണ് നമ്മുടെ രൂപതയ്ക്ക്. അച്ഛന് ഡോക്ടറേറ്റ് കഴിഞ്ഞ് നിരവധി സെമിനാറുകൾ, ക്ലാസ്സുകൾ എല്ലാ ഫീൽഡിലും അച്ഛൻ എടുക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, നമുക്ക് കൂടുതൽ ജ്ഞാനം പകർന്നു തരും. അപ്പൊ അച്ഛന്റെ ഈ നല്ല അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇനി ഒരു ക്ലാസ്സും മിസ്സാകാതെ എല്ലാവരും ഇതില് ചേരുകയും കൂട്ടായ്മയോടുകൂടി ആയിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബിനു അച്ഛനോട് ഉള്ള കൃതജ്ഞത. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമയം ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോജക്റ്റിനെ ദൈവം കരുണയോടുകൂടി അനുഗ്രഹിച്ച് വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രത്യേകമായി തേടുകയും ചെയ്തുകൊണ്ട് ഈ ക്ലാസ് പഠന പരമ്പര ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്ക് പിതാവിന് നന്ദിയോട് പറയാം. പിതാവ് മുഴുവൻ സമയം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിതാവ് ഒരുപാട് തിരക്കുണ്ടായി. ഇന്ന് പാസ്റ്റർ വിസിറ്റ് കക്കാടം പിതാവെ നടത്തി, 2-3 വീടുകളിൽ പോയി. അതിനിടയിലും പിതാവ് കൃത്യ സമയത്ത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. അതാണ് പിതാവിന്റെ വലിയ മനസ്സ്. കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ കുടുംബ കൂട്ടായ്മയുടെ സ്നേഹമാണ്. പിതാവ് എല്ലാ വൈദികർക്കും വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും ഒരിടയൻ ജീവൻ മുഴുവൻ ഉരിഞ്ഞു വെച്ച ഒരു നല്ല ഇടയനാണ് അഭിനന്ദ പിതാവ്. പിതാവെ ഒത്തിരി സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. രഞ്ജിത്ത് അച്ഛനെ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം അച്ഛാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ സമകാലിക വിശ്വാസ പ്രതിസന്ധികളും സഭാത്മക നിലപാടുകളും എന്നുള്ള ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായി ഒരു പഠന പരമ്പര ആരംഭിക്കുകയാണ് എന്ന് അഭിമന്യ പിതാവും നമ്മുടെ ഡയറക്ടർ അച്ഛനും നമ്മളെ അറിയിച്ചു. അതിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദയവായി നിങ്ങൾ ആരും നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മൊബൈലിന്റെയോ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുക. കാരണം നിങ്ങൾ അത് കയ്യിൽ പിടിക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്യുകയും വിവിധ ആക്ഷൻസ് അതിൽ സംഭവിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ അധികം സ്പർശിക്കാതിരിക്കുക. അത് എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുക്കി വെക്കുക. ഇനി നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്നവർ മൊബൈലിന്റെ ക്യാമറ ഓണാക്കി വെച്ച് കേൾക്കുക. അല്ലാത്തവർക്ക് മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ച് അത് കേൾക്കാവുന്നതാണ്. ദയവായിട്ട് അതിന് സ്ക്രീനിൽ ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ അവസാന സമയം കുറച്ച് സമയം നമുക്ക് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബിനു അച്ഛനോ മെസ്സേജ് ആയിട്ടോ അയക്കുക. ആ ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത്യാവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈക്രോഫോൺ ഓണാക്കി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുമുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മൈക്രോഫോൺ ഓണാക്കുക, നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇതൊരു ദൈവശാസ്ത്ര പഠന പരമ്പരയാണ്. ഇത് നമ്മളൊരു ധ്യാനത്തിന് ക്ലാസ്സുകൾ കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെയോ ലളിതമായ ഒരു പഠന പരമ്പരയല്ല. മറിച്ച് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്ന നിലയിൽ ഒരു ഇടവകയിൽ ഒരു ഉന്നതമായ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇടവകയുടെ നേതൃത്വ നിരയിൽ ഇരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സഭാത്മകമായ കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവരായിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്പം ഗൗരവമായ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സഭാത്മകമായ കാര്യങ്ങൾ അതിന്റെ ഒരു ഗൗരവമായ വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി പ്രത്യേകിച്ച് ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ്. അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെ മറ്റുള്ള ഒരു പ്രസംഗമല്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ല. മറിച്ച് അല്പം ഗൗരവപരമായ ദൈവശാസ്ത്രപരമായ ചിന്തകൾ അടങ്ങുന്ന ഒരു ക്ലാസ് ആണിത്.
അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഇതിനെ സമീപിക്കണമെന്നും കൂടെ നിങ്ങളോട് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് സമകാലിക ധാർമ്മിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ധാർമ്മികത എന്നുള്ള ഒരു വാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്. ധാർമ്മികത, അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ധാർമ്മികമായ വിധത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ ധർമ്മം സമൂഹത്തിൽ പുലർത്തണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊരു ധാർമ്മികത ഇല്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് എന്നൊക്കെ നമ്മുടെ സാധാരണ നമ്മുടെ എല്ലാ ദിവസത്തെയും ഉള്ള സംഭാഷണങ്ങളിൽ വളരെയധികം കടന്നു വരുന്ന ഒരു പദമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. എന്താണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത്? പൊതുവായിട്ടുള്ള ഒരു പദമാണ്. അത് വിവിധ തരത്തിലുള്ള ധാർമ്മികതയെ പറ്റി നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അല്പം സ്പെസിഫിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത് പൊതുവായ ഒരു ധാർമ്മികത എന്നത് മാത്രമല്ല, കത്തോലിക്ക ധാർമ്മികത എന്നതാണ്. അപ്പോൾ കത്തോലിക്ക ധാർമ്മികത എന്താണ്? കത്തോലിക്ക ധാർമ്മികതയ്ക്ക് പൊതുവായിട്ടുള്ള ധാർമ്മികതയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിനുണ്ടോ, അതിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോ, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ധാർമ്മികതയെ പറ്റി പൊതുവായിട്ടും ക്രിസ്തീയ, അതിലുപരി കത്തോലിക്ക ധാർമ്മികതയെ പറ്റി കൃത്യമായിട്ടും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടും നമ്മളിപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ, അതിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹം ചിലപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കത്തോലിക്ക സഭ അതിനോട് നിലപാടെടുക്കുന്നത്. അത്തരത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകാം. ഉദാഹരണത്തിന് അബോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഗർഭചിത്രം എന്നത് ധാരാളം ആളുകൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തെറ്റല്ല എന്ന് വാദിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവരതിനെ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. അമ്മയുടെ അവകാശമാണ് കുഞ്ഞിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നത് വരെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ആ കുഞ്ഞ് ജീവിക്കണോ മരിക്കണോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജനിപ്പിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമ്മയുടേതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ധാർമ്മിക മൂല്യമുള്ള ഒരു സമൂഹം പുറത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ധാർമ്മികത എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ധാർമ്മികതയേക്കാൾ അല്പം കൂടെ വ്യത്യസ്തമായ കത്തോലിക്ക സഭയുടെ ധാർമ്മികത എന്നതിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ കത്തോലിക്ക സഭയ്ക്ക് എങ്ങനെയാണ് ഒരു ധാർമ്മികത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമായിട്ട് എങ്ങനെ ഒരു ധാർമ്മികത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്രിസ്തീയമായ ഒരു ധാർമ്മികതയ്ക്ക് എന്താണ് ഒരു പ്രാധാന്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, വിശ്വാസം എന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസമുള്ളവരാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനായ ഈശോയിൽ നമ്മൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നു, ത്രിത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് ഈശോയുടെ മനുഷ്യാവതാരത്തിലും പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങളിൽ എഴുതുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. നമ്മൾ ഇത് കേട്ടവരാണ്. അതായത് ഈ വിശ്വാസ സത്യങ്ങൾ കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, അതായത് ക്രൈസ്തവർ എന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് സുവിശേഷം തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. അപ്പോൾ വിശ്വാസം എന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. എന്നാൽ ഈ വിശ്വാസം എന്ന് പറയുന്ന കാര്യം വെറുതെ നമുക്ക് ബുദ്ധി കൊണ്ട് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ മാത്രമുള്ള ഒരു കാര്യമല്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കുക, വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, വിശ്വാസത്തിൽ ആഴപ്പെടുക എന്ന ഒരു തലം വിശ്വാസത്തിനുണ്ട്. എന്നാൽ ഈ വിശ്വാസം പൂർണ്ണമാകുന്നത് ഈ ബുദ്ധിയുടെ തലത്തിലും മനസ്സിന്റെ തലത്തിലും മാത്രം വിശ്വാസം നിലനിൽക്കുമ്പോഴല്ല, മറിച്ച്
ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തനാത്മകമാകുമ്പോഴാണ്. ഈ വിശ്വാസം പ്രവർത്തനാത്മകമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകും. കത്തോലിക്ക സഭ അതിന്റെ വിശ്വാസ സത്യങ്ങളെ ലളിതമായി വിശ്വാസികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷകളിലും നമുക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും വേദപാഠ ക്ലാസ്സുകളിൽ മിക്കവാറും ഒക്കെ വേദപാഠം പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ അത് കേട്ടിട്ടും പരിചയപ്പെട്ടിട്ടുമുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ പുസ്തകത്തിൽ വിശ്വാസത്തെ പറ്റി അതിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് 26ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്നത് പ്രത്യുത്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യുത്തരം ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസം. ഞാൻ അതിന്റെ പാരഗ്രാഫ് ഇങ്ങനെ വായിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 26ാമത്തെ ഖണ്ഡികയാണ്. വിശ്വസിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം ചോദിക്കുന്നുണ്ട്. തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും സ്വജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അതായത് വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന ഒരു പ്രത്യുത്തരമാണ്. ഈ പ്രത്യുത്തരം എന്ന് പറയുന്നത് മനസ്സിൽ നിലനിൽക്കുന്ന ഒന്നു മാത്രമല്ല, മറിച്ച് അത് പ്രവർത്തനാത്മകമാണ്. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പ്രവൃത്തികളുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന്. അപ്പോൾ വിശ്വാസം അത് ജ്വലിക്കുന്നത്, വിശ്വാസം അർത്ഥവത്താകുന്നത് അത് പ്രവൃത്തിയിലൂടെ പ്രവർത്തന നിരതമാകുമ്പോഴാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി പഥത്തിലെത്തിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, അവന്റെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ആ വിശ്വാസം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രവർത്തികളെയാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ധാർമ്മികത ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്ക്, അല്ലെങ്കിൽ അല്പം കൂടെ വിശാലമായി പറയുകയാണെങ്കിൽ ദൈവിക വെളിപാടുകളിൽ അധിഷ്ഠിതമാണ്. ദൈവിക വെളിപാടുകളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ക്രിസ്തീയ ധാർമ്മികത. എന്താണ് ദൈവിക വെളിപാട്? ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അതിങ്ങനെയാണ്: പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. 2-ാമത്തെ വചനം: എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്നാൽ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇതാണ് ദൈവിക വെളിപാട്. അപ്പോൾ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി പറഞ്ഞതും ഏറ്റവും ഒടുവിൽ ദൈവപിതാവ് തന്റെ പുത്രൻ വഴി നമ്മോട് നേരിട്ട് പറഞ്ഞതും അത് നമുക്ക് സുവിശേഷങ്ങളിലൂടെ ലഭിച്ചതുമായ ദൈവിക വെളിപാടുകളിൽ അധിഷ്ഠിതമാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം അഥവാ ധാർമ്മികത. അപ്പൊ വിശ്വാസവും ധാർമ്മികതയും എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. അതായത് വിശ്വാസത്തിന്റെ ഒരു ജൈവിക സന്തതിയാണ് ധാർമ്മികത. അതായത് വിശ്വാസത്തിൽ നിന്ന് ധാർമ്മികത ജനിക്കുന്നുണ്ട്. ധാർമ്മികതയെ ജനിപ്പിക്കാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. അപ്പോൾ അത് തമ്മിൽ ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് നമുക്ക് പറയാം. അത് തമ്മിൽ ഒരു 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 നാണയത്തിന്റെ 2 വശങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് വിശ്വാസവും ധാർമ്മികതയും. ഒന്നില്ലാതെ മറ്റൊന്നിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. വിശ്വാസമുള്ള ഒരാൾ താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ഈ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ വിശ്വാസവും ധാർമ്മികതയും ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്
ഈ വിശ്വാസവും ധാർമ്മികതയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യത്തെ പറ്റി അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. അവർ ആരും ഒന്നും തങ്ങളുടേത് മാത്രമായി കരുതിയില്ല. എല്ലാവരെയും സഹോദരങ്ങളായി കരുതി എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് സഹോദരങ്ങളെ പോലെ ജീവിച്ചു എന്നുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിത ചൈതന്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവര് ആദിമ ക്രൈസ്തവ സമൂഹം ഈ വിശ്വാസം ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിന്റെ ഉദാഹരണങ്ങളാണത്. കാരണം അവരൊക്കെ തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുടേതായിട്ട് കരുതിയെന്നും അതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുവെന്നും ഒന്നും തങ്ങളുടേത് മാത്രമായിട്ട് കരുതിയില്ല എന്നും പരസ്പരം സ്നേഹത്തിലും അപ്പം മുറിക്കലിലും അവര് ഒരുമിച്ച് വന്നു എന്നും ഒക്കെ പറയുമ്പോൾ അവർ ആ വിശ്വാസത്തെ എങ്ങനെ ഒരുമിച്ച് കൂടി അവർ ആ വിശ്വാസത്തെ എങ്ങനെ ജീവിച്ചു എന്നതിന്റെ ഉദാഹരണങ്ങളാണത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ധാർമ്മികത എന്ന് പറയുന്നത് വെളിപാടുകളിൽ അധിഷ്ഠിതമായ ഒരു ധാർമ്മികതയാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയുടെ ധാർമ്മികത ഒരുപക്ഷെ ലോകത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെക്കാൾ ചിലപ്പോഴൊക്കെ അല്പം വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നത്. കാരണം നമുക്ക് ഈ മൂല്യങ്ങൾ പകർന്നു തന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായേ നമുക്ക് കത്തോലിക്ക സഭയുടെ ധാർമ്മികതയെ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ലോകം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പറയുന്നത്? ഈ ലോകം സ്വവർഗ ലൈംഗിക ബന്ധങ്ങളെ പറ്റി വളരെ ആഘോഷമായി പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു തിന്മയുമില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടാണ് സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ തിന്മയാണെന്ന് പറയുന്നത്? കാരണം ദൈവിക വെളിപാടുകളിലൂടെ ക്രിസ്തു നമുക്ക് പകർന്നു തന്ന മൂല്യങ്ങളിലൂടെ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലോകത്തിന്റെ ധാർമ്മികതയിൽ നിന്ന് വ്യത്യസ്തമായ മൂല്യങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ് എല്ലാം വ്യത്യസ്തമാണ് എന്ന് അതിനർത്ഥമില്ല. കാരണം നമുക്കറിയാം ഒരു വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കരുത് എന്നുള്ളത്, കൊല്ലരുത് എന്ന പ്രമാണം നമുക്കുണ്ട്. അത് 10 പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ ഒന്നാണ്. അത് ലോകവും പറയുന്നത്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലോകത്തിന്റെ ധാർമ്മികതയിൽ തികച്ചും വ്യത്യസ്തമാണ് കത്തോലിക്ക ധാർമ്മികത എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എന്നാൽ കത്തോലിക്ക ധാർമ്മികത ഈ ഇതിൽ നിന്ന് അല്പം വ്യതിരിക്തമായിട്ട് നിൽപ്പുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായും പൊതുവായും ഉള്ള കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ ധാർമ്മികതയും ക്രിസ്തീയ ധാർമ്മികതയും എല്ലാം ഒരേപോലെ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് കത്തോലിക്ക ധാർമ്മികതയെ വ്യത്യസ്തമാക്കുന്ന, അതിനെ വ്യതിരിക്തമാക്കുന്ന ചില മൂല്യങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ഇത്തരത്തിൽ കത്തോലിക്ക സഭയിൽ വ്യത്യസ്തമായ വ്യതിരിക്തമാക്കുന്ന ചില മൂല്യങ്ങളെ പറ്റിയാണ്. കാരണം മറ്റുള്ള മൂല്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അറിയാം. അത് സമൂഹത്തിന്റെ ധാർമ്മികതയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു വ്യത്യാസം ചിലപ്പോൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ്, ഉദാഹരണത്തിന് ലോകം പറയുകയാണ് ഒരു കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിലുള്ള അവസ്ഥയിൽ ആ കുഞ്ഞ് ജനിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ അമ്മയുടേതാണ് എന്ന് ലോകം പറയുമ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, അല്ല, ആ കുഞ്ഞിന് ജീവിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ പറയുന്നത്? ഈ ചോദ്യം ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കാറുണ്ട്. മറ്റൊരു വളരെ പ്രകടമായ ഒരു ഉദാഹരണം, പലപ്പോഴും പലരും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ IVF എന്ന് പറയും, മീൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് മക്കളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ധാരാളമായി പിന്തുടരുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള ധാരാളം പിന്തുടരുന്ന ഒരു കാര്യമാണ് IVF എന്ന് പറയുന്നത്. സഭ ഈ IVF എന്ന് പറയുന്ന കാര്യം തെറ്റാണ്, അത് ധാർമ്മികമായി അംഗീകരിക്കാനാവാത്തതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിന്റെ വളർച്ചയെ സഭ അംഗീകരിക്കാത്തതും അത് തെറ്റാണെന്ന് പറയുന്നതും? അതല്ലെങ്കിൽ സ്വവർഗ ലൈംഗികതയെ പറ്റിയുള്ള സഭയുടെ പ്രബോധനങ്ങൾ, അല്ലെങ്കിൽ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയുള്ള സഭയുടെ പ്രബോധനങ്ങൾ, ദയാവധത്തെ പറ്റിയുള്ള സഭയുടെ പ്രബോധനങ്ങൾ, ഇതൊക്കെ ലോകത്തിന്റെ
രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഭ പഠിപ്പിക്കാൻ കാരണം എന്താണ് എന്ന് ലോകം നമ്മളോട് ചോദിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വ്യത്യസ്തമായ, അല്ലെങ്കിൽ അതിൽ നിന്നും സഭയുടെ ചിന്തകളെ വ്യതിരിക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ ആമുഖം അല്പം നീണ്ടുപോയി, കാരണം നിങ്ങൾക്ക് കത്തോലിക്ക ധാർമ്മികത എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം ദീർഘമായ ഒരു ആമുഖം പറഞ്ഞത്. കത്തോലിക്ക സഭയുടെ ധാർമ്മികത എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായ, വ്യതിരിക്തമായ സഭയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, അത് അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവിക വെളിപാടുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ആമുഖം പറഞ്ഞത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് പോകേണ്ടതുമാണ് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ചിലപ്പോഴെങ്കിലും സഭ ലോകത്തിന്റെ മനസാക്ഷിയാണ് എന്ന് ആളുകൾ പറയാറുണ്ട്, പൊതുവായിട്ടുള്ള ലോകം പറയാറുണ്ട്. കാരണം ഈ ലോകത്തിൽ എന്തെങ്കിലും ധാർമ്മികമായ വിഷയങ്ങൾ ഉരുത്തിരിയുമ്പോൾ സഭ എന്ത് നിലപാട് അതിലെടുക്കുന്നു, അല്ലെങ്കിൽ കത്തോലിക്ക സഭ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് പൊതുലോകം ഉറ്റുനോക്കുന്ന ഒരവസരമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ദിഗ്നിത്താസ് ഇൻഫിനിത്ത എന്ന് പറയുന്ന ഒരു ലേഖനത്തെ പറ്റി, ഒരു അപ്പസ്തോലിക ലേഖനത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു കേട്ട് കാണും എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ ഈ ഒരു അപ്പസ്തോലിക ലേഖനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ പറ്റിയുള്ള ചില നിലപാടുകളാണ് സഭ അതിലൂടെ അറിയിച്ചത്. അപ്പൊ സഭ എന്ന് പറയുന്നത് ലോകത്തിന്റെ മനസാക്ഷിയായിട്ട് നിലകൊള്ളുന്നതിന് ഒരു കാരണം, സഭ ഇത്തരത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ, ധാർമ്മികമായ വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് വളരെ ശക്തമായ ചില നിലപാടുകൾ എടുക്കാറുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനിയും കൂടുതൽ പ്രകടമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് വരാം. അതില് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളെ പറ്റിയാണ്. ധാർമ്മികമായ ചില അടിസ്ഥാന മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് കത്തോലിക്ക സഭയുടെ ധാർമ്മിക ചിന്തകൾ, അല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് മനുഷ്യജീവന്റെ മഹത്വം എന്ന കാര്യമാണ്. മനുഷ്യജീവന്റെ മഹത്വം സഭ പഠിപ്പിക്കുന്നു. മനുഷ്യജീവൻ എന്നത് അതിൻ്റെ ആരംഭം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒന്നാണ്. മനുഷ്യജീവിതം, മനുഷ്യന്റെ ജീവൻ അതിൻ്റെ സ്വാഭാവികമായ ആരംഭം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദിഗ്നിത്താസ് ഇൻഫിനിത്ത എന്ന് പറയുന്ന ഏറ്റവും പുതിയ അപ്പസ്തോലിക ലേഖനം, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ആ ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ ഇൻഫിനിറ്റ് ഡിഗ്നിറ്റി എന്നാണ്. അനന്തമായ മഹത്വം, അത് അനന്തമായ അറുതികളില്ലാത്ത മഹത്വമാണ് മനുഷ്യജീവന് ഉള്ളത് എന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പുറത്ത് വിട്ടപ്പോൾ അവനെ ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഈ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്? ഈ ഭൂമിയിൽ തിന്മയുണ്ടാകാൻ ദൈവം എന്തിനാണ് അനുവദിച്ചത്? മനുഷ്യൻ തിന്മ ചെയ്യാത്ത വിധത്തിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്തൊരു സന്തോഷമായിരുന്നു. ആരും തിന്മ ചെയ്യുന്നില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വീട് പൂട്ടിയിട്ടിട്ട് പോകുന്നത്? കള്ളന്മാർ വരുമെന്ന് പേടിച്ചിട്ടാണ്. നമുക്ക് എന്തിനാണ് ധാരാളം നിയമങ്ങൾ ഉള്ളത്? നിയമലംഘനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരിടത്തും ഒരു നിയമലംഘനവും ഇല്ലെങ്കിൽ, ആരും ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ
ഈ ഭൂമിയിലെ ജീവിതം എന്ത് ആകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാവരും പരസ്പരം നല്ല സ്നേഹത്തിലാണ്, ആരും ആരെപ്പറ്റിയും ദ്വേഷം പറയുന്നില്ല, ആരും ആരെയും വെറുക്കുന്നില്ല. എന്തുമാത്രം നല്ല ലോകമാകുമായിരുന്നു. ഈ ദൈവമുണ്ടെങ്കിൽ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ഒരു തിന്മയും ഇല്ലാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുകയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. അതുകൊണ്ടൊരു ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചിലപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ, ഈ ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഈ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണതയോടെ നമ്മളെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാം. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ്. ദൈവം നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. നമുക്ക് തിന്മ ചെയ്യാൻ ഒരു പ്രവണതയും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നന്മ ചെയ്യുന്നതിൽ എന്താണ് ഒരു പ്രാധാന്യം ഉള്ളത്? നന്മ ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയൂ, അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്നു. എന്നാൽ തിന്മയും നന്മയും ചെയ്യാനുള്ള ആ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അതിൽ നിന്ന് ഞാൻ തിന്മ ഉപേക്ഷിക്കുകയും നന്മ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു മഹത്വം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഒരു സ്വതന്ത്ര ജീവിയായിട്ട് സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ്. നമുക്ക് മുമ്പിൽ ദൈവം നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്, അന്ധകാരവും പ്രകാശവും വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ബൈബിളിൽ പല ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള റെഫറൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. നിനക്ക് മുമ്പിൽ ഇതാ ഞാൻ ജീവനും മരണവും വെക്കുന്നു. പ്രകാശവും അന്ധകാരവും നമുക്ക് മുമ്പിലുണ്ട്, നന്മയും തിന്മയും നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ ഈ നന്മയിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നന്മ തിരഞ്ഞെടുക്കാനും തിന്മയെ ഉപേക്ഷിക്കാനും നമ്മൾ സ്വയം തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത്, വിശ്വാസം പ്രത്യുത്തരം അർഹിക്കുന്നു, പ്രത്യുത്തരം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ വിശ്വാസം നമ്മിൽ നിന്ന് പ്രത്യുത്തരത്തെ ആവശ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ അർത്ഥം നമുക്ക് മുമ്പിൽ നന്മയും തിന്മയും ഉണ്ട്. ആ നന്മ തിരഞ്ഞെടുക്കുകയും തിന്മയെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യജീവന്റെ മഹത്വം എന്ന വിഷയത്തെ പറ്റിയാണ്. മനുഷ്യജീവന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് ദൈവം മനുഷ്യനെ ഒരു സ്വതന്ത്ര ജീവിയായി സൃഷ്ടിച്ചു എന്നതിലാണ്. ഏറ്റവും ഒന്നാമതായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ഒരു സ്വതന്ത്ര ജീവിയായി സൃഷ്ടിച്ചു. അവൻ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണ്. അവന് നന്മ ചെയ്യണമോ തിന്മ ചെയ്യണമോ അതവന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു സ്വതന്ത്ര ജീവിയാണ്. നമ്മൾ പറയാറുണ്ട് മാൻ ഈസ് എ റാഷണൽ ആനിമൽ. നമുക്ക് ബുദ്ധിയുണ്ട്, ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചെയ്തത് തെറ്റാണ്, എന്നാലും നമ്മളത് ചെയ്യാറുണ്ട്. പക്ഷെ തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധി ബോധം, ഒരുപക്ഷെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും ബോധവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ മഹത്വത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഈ വിവേചനാശക്തിയാണ്. രണ്ടാമതായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആയതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ മഹത്വമുള്ളവരാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ സർവ്വജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലതാണെന്ന് കണ്ട് സൃഷ്ടിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ മനുഷ്യനെ വളരെ പ്രത്യേകമായ രീതിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്. ദൈവം മനുഷ്യനെ പ്രത്യേകമായ രീതിയിൽ സൃഷ്ടിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റ് ജീവജാലങ്ങളെക്കാളൊക്കെ വലിയൊരു പദവി, ഒരു മഹത്വം ദൈവം മനുഷ്യവംശത്തിന് കൊടുത്തിട്ടുണ്ട് എന്നത് തന്നെയാണ്. ആ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതും മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചതും പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് തന്റെ രക്തത്താൽ നമുക്ക് രക്ഷ നേടിത്തന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മനുഷ്യ ജീവന്റെ മഹത്വം എന്ന മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 10 കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പന വളരെ കൃത്യമായും മനുഷ്യ ജീവന്റെ
വിലയെപ്പറ്റി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അവിടെ പറയുന്ന കാര്യം കൊല്ലരുത് എന്നുള്ള ഒറ്റ ഒരു ചെറിയ വാക്ക് മാത്രമാണ്. എന്നാൽ ഈ കൊല്ലരുത് എന്ന വാക്കിന് ഈശോ വളരെ വിശദമായ ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. സഹോദരനെ ദ്വേഷിക്കുന്നവൻ പോലും 5-ാമത്തെ കൽപ്പന ലംഘിക്കുന്നു എന്നാണ് മലയിലെ പ്രസംഗത്തിൽ ഈശോ അതിനെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരനെ സ്നേഹിക്കുക, സഹോദരനെ വിലമതിക്കുക, അവനെ ആദരിക്കുക, അവനൊരു ദ്രോഹവും വരുത്താതിരിക്കുക എന്നതൊക്കെ 5-ാമത്തെ പ്രമാണത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് സഭ നമ്മെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യജീവന്റെ മഹത്വത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മനുഷ്യജീവന്റെ ആരംഭം മുതൽ അതിന്റെ സ്വാഭാവികമായ അന്ത്യം വരെ മനുഷ്യജീവൻ ബഹുമാനിക്കപ്പെടണം. ഇനി നമുക്ക് ചില ധാർമ്മിക പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാം. മനുഷ്യജീവന്റെ സ്വാഭാവികമായ ആരംഭം എവിടെയാണ്? അതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴാണോ? ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോഴാണോ ഒരു കുഞ്ഞ് ജനിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും അല്ല. സഭ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞ്, ഒരു വ്യക്തി ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ആ ശിശു ഉരുവാകുമ്പോഴാണ്. അതായത് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ എന്നാണ് സഭ അതിനെപ്പറ്റി പറയുന്നത്. അത്തരത്തിലുള്ള സഭയുടെ പ്രബോധനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഒരു മനുഷ്യജന്മം, ഒരു മനുഷ്യ കുഞ്ഞ്, അതിൻ്റെ ആരംഭം എന്നത് അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ഉരുവാകുന്ന, അത് ആ ഒരു കോശമായി അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ആ നിമിഷം മുതൽ ആ മനുഷ്യ വ്യക്തി ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു മനുഷ്യൻ്റെതായ എല്ലാ അവകാശങ്ങളും മഹത്വവും ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും സംയോജിച്ച് ഒരു കോശമായി, ഒരു ഭ്രൂണമായി, അതിന്റെ ഒരു കോശമായി അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ തുടങ്ങുന്ന ആരംഭ നിമിഷം മുതൽ അതൊരു മറ്റൊരു വ്യക്തിയാണ്. ശാസ്ത്രവും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രവും മറ്റും അറിയാവുന്ന ആളുകൾക്കറിയാം, അന്നു മുതൽ ആ വ്യക്തിയുടെ, ആ പുതിയ ജന്മത്തിന്റെ എല്ലാ സ്വാഭാവിക ജനറ്റിക്കലായിട്ടുള്ള പ്രത്യേകതകളും രൂപപ്പെട്ടു കഴിഞ്ഞു. കാരണം ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നും അതിന്റെ സ്വഭാവ വിശിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും ആ കുഞ്ഞിന്റെ തൊലിയുടെ നിറം എന്താണെന്നും ആ കുഞ്ഞിന്റെ കണ്ണുകൾ എങ്ങനെ ആയിരിക്കണം എന്നുമുള്ളതൊക്കെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ DNA അതിന്റെ കോശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു കുഞ്ഞ് ഒരു വ്യത്യസ്തനായ വ്യക്തിയായിട്ടാണ് അതിന്റെ ആരംഭ നിമിഷം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുക. അപ്പോൾ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് അമ്മ ആ കുഞ്ഞിനെ പ്രസവിച്ച് പുറത്തേക്കിടുമ്പോൾ മാത്രമല്ല, അതിനേക്കാൾ എത്രയോ മുമ്പ് ആ കുഞ്ഞൊരു കോശമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഒരു കുഞ്ഞുണ്ടായി, അല്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തി ഉണ്ടായി. ആ മനുഷ്യ വ്യക്തിക്ക് ഒരു വ്യക്തിയുടേതായ എല്ലാ അന്തസ്സും അവകാശങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ഗർഭാവസ്ഥയിൽ ആയാൽ പോലും അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ നശിപ്പിക്കുന്നത് തിന്മയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ നിയമം അനുസരിച്ച്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നമുക്കിവിടെ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. 21 മാസങ്ങൾ വരെ, 21 ആഴ്ചകൾ വരെ, 21 മാസങ്ങളല്ല 21 ആഴ്ചകൾ വരെ ഒരമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള അവകാശം ആ അമ്മയ്ക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്ന നിയമമാണത്, അല്ലെങ്കിൽ അന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന നിയമമാണത്. എന്നാൽ സഭ പറയുന്നു ആ നിയമം തീർച്ചയായും ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. കാരണം ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായാൽ ആ നിമിഷം മുതൽ ആ കുഞ്ഞിന് ഒരു കുഞ്ഞിൻ്റെതായ, ഒരു മനുഷ്യൻ്റെതായ, ഒരു വ്യക്തിയുടേതായ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയുടേതായ എല്ലാ മഹത്വവും അവകാശങ്ങളും ഉണ്ട്. ആ കുഞ്ഞിന്റെ മഹത്വത്തെ പറ്റിയുള്ള തീരുമാനമെടുക്കാൻ, ആ കുഞ്ഞിന്റെ ജീവനെ പറ്റിയുള്ള തീരുമാനമെടുക്കാൻ അമ്മയ്ക്കെന്നല്ല ഈ ഭൂമിയിൽ മറ്റാർക്കും അവകാശമില്ല എന്ന് സഭ അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഒന്നാമതായി പറഞ്ഞു വന്ന ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവന്റെ മഹത്വം എന്ന മൂല്യമാണ്. അതിൽ അധിഷ്ഠിതമായിട്ടാണ് കത്തോലിക്ക സഭ അബോർഷൻ എന്ന തിന്മ എത്രമാത്രം വലിയ തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്നത്.
ഞാൻ പറഞ്ഞു മനുഷ്യന്റെ സ്വാഭാവികമായ ആരംഭം മുതൽ, അതായത് അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ സ്വാഭാവികമായി മരണം വരിക്കുന്നതു വരെ ആ മനുഷ്യ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായാലും ആ മനുഷ്യ ജീവന് ഒരു വിലയുണ്ട്, മഹത്വമുണ്ട്. അതൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രത്യേകതകളുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്നോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് അത്ര നല്ല പ്രയോഗം അല്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രത്യേകതകളോടുകൂടെ, നമ്മൾ വൈകല്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളോടുകൂടെ, ഇപ്പോൾ നമ്മൾ വൈകല്യങ്ങൾ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ വൈകല്യങ്ങളോടുകൂടിയോ ഒക്കെ ജനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കുന്നില്ല, ജനനം മുതൽ ബെഡിൽ മാത്രം കിടക്കുന്ന, അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത, അല്ലെങ്കിൽ മനസ്സിനോ ബുദ്ധിക്കോ വളർച്ചയില്ലാത്ത തരത്തിൽ വളരുകയാണെങ്കിലോ, ഏത് തരത്തിലാണ് ആ മനുഷ്യക്കുഞ്ഞ് ആയിരിക്കുന്നതെങ്കിലും അതൊന്നും ആ മനുഷ്യക്കുഞ്ഞിന്റെ ധാർമ്മികമായ മഹത്വത്തിന് ഒരു തരത്തിലും വിഘാതമാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് എന്തുമാത്രം മഹത്വമുണ്ടോ, എൻ്റെ ജീവൻ എന്തുമാത്രം മഹത്വമുണ്ടോ, ഈ ഭൂമിയിൽ ഉരുവായ ഓരോ മനുഷ്യ വ്യക്തിക്കും അത്രയും തന്നെ മഹത്വവും ബഹുമാനവും ഉണ്ട്, അല്ലെങ്കിൽ മൂല്യമുണ്ട്. ആ മൂല്യത്തെ നിർണയിക്കാനോ ആ മൂല്യത്തിന് വിഘാതമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ആർക്കും അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ദയാവധം പോലെയുള്ള കാര്യങ്ങൾ തിന്മയാണ് എന്ന്. ദയാവധം എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. എനിക്ക് ജീവിതം മടുത്തു, ഇനി എനിക്ക് ജീവിതം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രോഗം വന്നു, ആ രോഗത്തിൽ നിന്ന് എനിക്ക് വിമുക്തി നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി എനിക്ക് വൈദ്യശാസ്ത്രത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ വൈദ്യശാസ്ത്രം എൻ്റെ ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ദയാവധം എന്ന് പൊതുവായിട്ട് പറയുന്നത്. അപ്പോ വൈദ്യശാസ്ത്രത്തിനല്ല, ഡോക്ടേഴ്സിനെന്നല്ല, ആർക്കും, എനിക്ക് പോലുമോ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ, എനിക്ക് ജീവിതം മതി എന്ന് പറയാൻ അവകാശമില്ല. കാരണം ദൈവം എന്നിൽ നിക്ഷേപിച്ച ആ മഹത്വം വളരെ വലിയ ഒരു മഹത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആത്മഹത്യ ഒരു തിന്മയാണെന്ന് പറയുന്നത്. കാരണം ദൈവം എനിക്ക് ഈ ജീവൻ തന്നത്, അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ഉടമയ്ക്ക് മാത്രമേ ആ ജീവൻ തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ. അത് എനിക്ക് പോലും തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ അവകാശമില്ല. നമ്മൾ മദ്യപാനം ഒരു തിന്മയാണെന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ദൈവം തന്നിട്ടുള്ള ഈ ജീവനെ മദ്യപാനം കൊണ്ട്, ഞാൻ ആൽക്കഹോളിക് ആകുന്നത് കൊണ്ട്, മദ്യാസക്തി മൂലം അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം എൻ്റെ ജീവന്, എൻ്റെ ശരീരത്തിന് ഞാൻ വിഘാതമായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ ജീവന്റെ മഹത്വത്തിന് വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അമിതമായ മദ്യപാനം തെറ്റാണെന്ന് പറയുന്നത്. മദ്യപാനം നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവനെ ഹനിക്കും, അല്ലെങ്കിൽ അതിന് വിഘാതമായിട്ട് തീരും. അതും എൻ്റെ ജീവന് വിരുദ്ധമാണ്. അപ്പൊ നമ്മൾ കത്തോലിക്ക സഭയുടെ ധാർമ്മിക മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പറഞ്ഞത് മനുഷ്യജീവന്റെ മഹത്വം എന്ന ഒരു ചിന്തയാണ്. രണ്ടാമതായിട്ട് കത്തോലിക്ക സഭയുടെ ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത് സാമൂഹ്യ നീതി എന്ന വിഷയമാണ്. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ് എന്നതിനെ നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ നീതി എന്നുള്ള വാക്ക് പൊതുവായിട്ടുള്ള ഒരു വാക്കാണ്. നീതി, ഞാൻ ചെയ്തത് നീതിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ജസ്റ്റിസ് അല്ല, ഇറ്റ് ഈസ് ഇൻജസ്റ്റിസ് എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. നീതി എന്ന് പറയുന്നത് ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക. അപ്പൊ അനീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് നിഷേധിക്കുക. അതിനെയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ നീതി അല്ലെങ്കിൽ ക്രിസ്തീയമായ നീതി എന്ന് പറയുന്നത് അതിൽ നിന്ന് അല്പം കൂടെ ഉയർന്നതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമജ്ഞരും ഫരിസേയരും എന്ന് പറയുന്നത് പുറത്തുള്ള ലോകത്തിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അവരുടെ നീതിയെ അതിശയിക്കുന്ന ഒരു നീതിയാണ് നമ്മളിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത്. അതെന്താണ്? ആ നീതിയാണ് ക്രിസ്തീയ നീതി എന്ന് പറയുന്നത്. ഈശോ പല ഉദാഹരണങ്ങളിലൂടെ ഈ നീതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപമ ഞാൻ പറയാം. ഈശോ പറഞ്ഞിട്ടുള്ള ഉപമ, യജമാനൻ രാവിലെ പണിക്കാരെ അന്വേഷിച്ച് പോയി. ഓരോ മണിക്കൂറിലും പണിക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാന മണിക്കൂറിലും ഉച്ചകഴിഞ്ഞ് 3 മണിയായപ്പോഴും പണിക്കാർ വന്നു. അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുത്തു. അവസാനം വന്നവർക്ക് 1 ദനാറ കിട്ടിയപ്പോൾ ആദ്യം വന്നവർ വിചാരിച്ചു ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തു. എടുത്ത തൊഴിലിനനുസരിച്ചല്ല. ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുന്നതിനുള്ള കൂലിയാണ് 1 ദനാറ. എന്നാൽ അവസാനം 1 മണിക്കൂർ പണിയെടുത്തവനും 1 ദനാറ കൊടുത്തു. കാരണം യജമാനൻ മനസ്സിലാക്കി അവനത് ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അവകാശപ്പെട്ടവന് മാത്രമല്ല ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്നത് ക്രിസ്തീയ നീതിയുടെ ഭാഗമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളികളിൽ അച്ഛന്മാര് വിളിച്ചു പറയാറുണ്ട്, നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബം, പാവപ്പെട്ട ഒരു കുടുംബം, അവർക്കൊരു വീട് പണിയേണ്ട ഒരാവശ്യമുണ്ട്, നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും, അവന് കൊടുക്കേണ്ട കാര്യം എന്താ, ഞാൻ പണിയെടുത്തുണ്ടാക്കിയത് എൻ്റെ അല്ലേ, അവൻ പണിയെടുത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ വീട് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? കാരണം ക്രിസ്തീയ നീതി എന്ന് പറയുന്നത് അതാണ്. കാരണം അർഹതപ്പെട്ടവൻ അവനൊരു പക്ഷേ അർഹത ഉണ്ടാവുകയില്ല. അവനൊരു പക്ഷേ അവന് കിട്ടിയ പൈസയൊക്കെ അവൻ കള്ളു കുടിച്ചോ അല്ലെങ്കിൽ ദൂർത്തടിച്ചോ കളഞ്ഞതായിരിക്കാം. അവന് ആ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കാൻ അർഹത ഉണ്ടാവുകയുമില്ല. എന്നാൽ അവന് ആ പണം, ആ വീട് അവന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ക്രിസ്തീയമായ നീതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫരിസേയരുടെ നിയമജ്ഞരുടെ നീതിയെ അതിലംഘിക്കുന്ന നീതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്ന് പറയുന്നത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്ന, അതിശയിക്കുന്ന നീതിയാണ്. മൂന്നാമതായിട്ട് കത്തോലിക്ക സഭയുടെ ധാർമ്മികതയുടെ ഒരു മൂല്യം ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മൂല്യം എന്ന് പറയുന്നത് കുടുംബങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ കുടുംബ ധാർമ്മികതയാണ്. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് സെൽ ഓഫ് ദ സൊസൈറ്റി, ആദ്യത്തെ ഘടകമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബം എന്നത് സ്നേഹത്തിൽ, ഐക്യത്തിൽ നിലനിൽക്കേണ്ട ഒരു ഘടകമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ കുടുംബത്തിന്റെ ധാർമ്മികതയിൽ ദമ്പതികളുടെ ധാർമ്മികത, ലൈംഗിക ധാർമ്മികത എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വിശദമായിട്ട് ഈ വിഷയങ്ങളെ പറ്റി തുടർന്നൊരു ക്ലാസ്സിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പൊതുവായിട്ട് ധാർമ്മിക മൂല്യങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളുടെ ധാർമ്മികത എന്ന് പറയുമ്പോൾ ലൈംഗിക ധാർമ്മികതയുണ്ട്, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവുമുണ്ട്, മക്കളെ ശരിയായ വിധത്തിൽ വിശ്വാസത്തിൽ വളർത്തുക, അവരെ ധാർമ്മിക മൂല്യങ്ങളിൽ വളർത്തുക എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടുംബങ്ങളുടെ വളർച്ച, കുടുംബങ്ങളുടെ നിലനിൽപ്പ്, ദാമ്പത്യ വിശ്വസ്തത എന്നിവയൊക്കെ കത്തോലിക്ക സഭയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങളാണ്. അതിനെ നമ്മൾ മൂന്നാമത്തെ ഒരു ഘടകമായിട്ട് കണക്കാക്കാം, കുടുംബ ധാർമ്മികത എന്നതാണ്. പൊതുവായ കത്തോലിക്ക സഭയുടെ ധാർമ്മികതയുടെ ഒരു നാലാമത്തെ പോയിന്റ് ആയിട്ട്, ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കാലത്ത് പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതിയുടെ സംരക്ഷകരാണ് എന്നുള്ള ഒരു മൂല്യം കൂടിയാണ്. മനുഷ്യൻ പ്രകൃതിയുടെ മേൽ അധീശത്വം പുലർത്തേണ്ടവരല്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ പെറ്റുപെരുകി
അതിനെ കീഴടക്കുവിൻ, ഭൂമിയെ കീഴടക്കുവിൻ. ഈ വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് സമൂഹത്തില്. ഈ പ്രകൃതിയെ, ലോകത്തെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ധൂർത്തായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ അനാവശ്യമായിട്ട്, ഇതൊക്കെ സ്വന്തം ഇഷ്ടം പോലെ ഉപയോഗിച്ചു പോകുക എന്നതാണ് എന്ന് ഒരു തെറ്റായ വ്യാഖ്യാനം സമൂഹത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ സഭ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുടെ സംരക്ഷകരാകണം. ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് മുമ്പും നമുക്ക് ശേഷവുമുള്ള ജനസമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ കോടിക്കണക്കിനായ തലമുറകൾക്ക് വേണ്ടിയാണ് ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി, ദൈവത്തിന് സ്തുതി എന്നുള്ള ചാക്രിക ലേഖനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ചാക്രിക ലേഖനത്തിലും അത്യാവശ്യം വലിയ ഒരു ചാക്രിക ലേഖനമാണത്. വളരെ അധ്യായങ്ങളുള്ള, ഖണ്ഡികകളുള്ള ഒരു ചാക്രിക ലേഖനം. നമ്മൾ മറ്റ് ചാക്രിക ലേഖനവുമായി നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കൂടുതൽ വലിപ്പമുള്ള ഒരു ചാക്രിക ലേഖനമാണത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പ്രകൃതിയുടെ സംരക്ഷകരായി നമ്മളെ ഓരോരുത്തരും എങ്ങനെ മാറണം, പ്രകൃതിയുടെ ചൂഷകരായി നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും മാറേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നമ്മെ വളരെ കൃത്യമായിട്ട് ഈ ചാക്രിക ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തുടർന്നുള്ള മറ്റൊരു ക്ലാസ്സിൽ, ഈ ഒരു വിഷയം തന്നെ നമ്മൾ അല്പം കൂടെ വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ, അങ്ങനെ 2 ക്ലാസ്സുകളാണ് എന്നോട് ഡയറക്ടർ അച്ഛൻ ഈ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അല്പനാളുകൾക്ക് ശേഷം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഈ വിഷയങ്ങൾ, ഞാനിപ്പോ ഈ പറഞ്ഞ 4 ധാർമ്മിക മൂല്യങ്ങളെ പറ്റിയും അതിന്റെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയും സഭ എടുക്കുന്ന നിലപാടുകളെ പറ്റിയും ഞാൻ വിശദമായിട്ട് ആ ക്ലാസ്സിൽ സംസാരിക്കാം. അതിനാമുഖമായിട്ട് അടിസ്ഥാനപരമായ ചില മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആമുഖ ക്ലാസ് എടുത്തത്. ഇപ്പോൾ 9:25 ആയിട്ടുണ്ട്. ഇനിയുള്ള 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു സമയമാണ്. എനിക്ക് അടുത്ത ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഈ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും ഉപകരിക്കും. ഇപ്പൊ നമുക്ക് വിശദമായിട്ട് ഉത്തരം പറയാൻ ഈ സമയത്ത് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയാം. അതല്ല, നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരേണ്ട ചില വിഷയങ്ങളാണ് എങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാനത് നിങ്ങൾക്ക് ആ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അവസാനത്തേതും 2ാമത്തേതുമായ ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് പറയാം. ചോദ്യങ്ങൾ എന്തെങ്കിലും അവിടെ ടൈപ്പായി വന്നിട്ടുണ്ടെങ്കിൽ ബിനോച്ചനും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ധാർമ്മിക വിഷയങ്ങളെ കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വകാര്യ സർക്കിളിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിനുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിനെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ ധാർമ്മികമായി ബന്ധപ്പെട്ട വിഷയമായ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അത് നമുക്ക് അനുഗ്രഹമാകും. അതുകൊണ്ട് മടി കൂടാതെ തന്നെ ചോദിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ ആരും എനിക്ക് പരിചയമില്ലാത്തവരാണ്, നിങ്ങൾക്ക് ഏത് ജീവിത സാഹചര്യങ്ങളുള്ളവരാണ് എന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഏത് വിധത്തിൽ സംസാരിക്കണം എന്നുള്ളതിനെ പറ്റി എനിക്കും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി എത്രമാത്രം അറിവുള്ളവരാണ് എന്നുകൂടെ എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാകും. അതിനനുസരിച്ച് എനിക്ക് അടുത്ത ക്ലാസ് എനിക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അഥവാ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടക്കാലം കൊണ്ട് എന്തെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് ബിനുവച്ചനെ മെസ്സേജ് അയച്ചോ ചോദിക്കാം. ബിനുവച്ചൻ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായ വിധത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ്. അച്ഛാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. മാർപ്പാപ്പയുടെ സ്വവർഗ വിവാഹത്തെ വിവാഹിതരായ ആ രീതി ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നതിനെ പറ്റി മാർപ്പാപ്പയുടെ ഒരു പുറത്തിറക്കിയ ഒരു രേഖയെ പറ്റി അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. കത്തോലിക്ക സഭയുടെ ധാർമ്മികത അതിനെ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ലേഖനം
കത്തോലിക്ക ഇതുവരെ ആ വിഷയത്തിൽ കാണിച്ചിരുന്ന ധാർമ്മികതയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പോലെയാണല്ലോ ആ ലേഖനം വന്നേക്കുന്നത്. അതായത് അതിന്റെ ധാർമ്മികത, കത്തോലിക്ക സഭ കണ്ടിരുന്ന ധാർമ്മികതയെ ഇകഴ്ത്തുന്ന പോലത്തെ ഒരു സന്ദേശമാണ് ലോകത്തിന് മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിനെപ്പറ്റി ഞാൻ ഒരു ആമുഖമായിട്ടൊരു കാര്യം മാത്രം ഇപ്പോൾ പറയാം. അതിനുശേഷം നമുക്ക് ഈ സ്വവർഗ ലൈംഗികതയെ പറ്റിയുള്ള വിഷയം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാനുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിനെപ്പറ്റിയുള്ള സഭയുടെ നിലപാട് എന്താണ് എന്നും നമ്മൾ വിശദമായിട്ട് പറയാം. എങ്കിലും ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ചെറിയ ഉത്തരം ഇപ്പോൾ പറഞ്ഞ് ബാക്കി വിശദമായിട്ട് ഞാൻ പിന്നീട് വിശദമാക്കാം. ഇപ്പോൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് ഒത്തിരി പേര് ചോദിക്കുന്ന, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ചോദിക്കുകയും ആളുകൾക്ക് സംശയം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മാർപ്പാപ്പ അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ ലോകം തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇവിടെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇതിനെ കത്തോലിക്ക സഭയുടെ മഹത്വത്തിന് അല്ലെങ്കിൽ ഒരു ഇകഴ്ച ഉണ്ടാകത്തക്ക വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ഉണ്ടായ കാരണം. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ മാർപ്പാപ്പ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാരണവശാലും സ്വവർഗ ലൈംഗിക ബന്ധത്തെ, സ്വവർഗഭോഗം എന്ന് പറയുന്ന ആ കാര്യത്തെ അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് സഭ അന്നും ഈ അപ്പസ്തോലിക ലേഖനത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സ്വവർഗ ലൈംഗിക പ്രവണതയുള്ള ആളുകൾ, അത് അവരുടെ കുറ്റം കൊണ്ടും അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് സ്വാഭാവികമായി ചില ആളുകൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന കാരണമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രത്തിന് പോലും വളരെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെയായി തീർന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറയാൻ ആഗ്രഹിച്ചത്, അവർ അങ്ങനെ ഒരു പ്രവണത ഉള്ള ഒരാൾ, ആ പ്രവണത ഉണ്ട് എന്നതുകൊണ്ട് ഒരു കുറ്റക്കാരനാകുന്നില്ല. അവൻ ഒരു കുറ്റക്കാരനാകുന്നത്, അല്ലെങ്കിൽ അവൻ ഒരു പാപം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ ധാർമ്മികമായ അധാർമികമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവൻ സ്വവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോൾ ആ വ്യക്തി എന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ കരുണയ്ക്ക് അർഹനാണ് എന്നുള്ള അർത്ഥത്തിലാണ് മാർപ്പാപ്പ ആ വ്യക്തിക്ക് ആവശ്യമെങ്കിൽ ഒരു ആശീർവാദം കൊടുക്കുന്നതിൽ വൈദികന് തടസ്സമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിനെ, അവരുടെ വിവാഹത്തെ ആശീർവദിക്കുന്നത് മാർപ്പാപ്പ അംഗീകരിച്ചു എന്നുള്ള വിധത്തിൽ മാധ്യമങ്ങൾ അതിനെ സെൻസേഷണലായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഈ വിധത്തിൽ നമുക്കത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായത്. അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള വ്യക്തികളും ദൈവത്തിന്റെ കരുണയ്ക്ക് അർഹരാണ് എന്നുള്ള മാർപ്പാപ്പയുടെ ആ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ സഭയുടെ പ്രബോധനം എപ്പോഴും അടിസ്ഥാനമുള്ളത് തന്നെയാണ്. കാരണം ദൈവം വെറുക്കുന്നത് പാപത്തെയാണ്, പാപിയെ അല്ല. അയാൾ ഒരു പാപിയാണെങ്കിൽ പോലും പാപിയെ ദൈവം വെറുക്കുന്നില്ല. ആ പാപിക്ക് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണ ഒരു വൈദികന്റെ ആശീർവാദത്തിലൂടെ ലഭിക്കുന്നെങ്കിൽ അത് തടയേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ ഒരിക്കലും നമ്മൾ സ്വവർഗ വിവാഹവുമായും സ്വവർഗ ബന്ധവുമായിട്ടും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന വിധത്തിൽ അതിനെ സെൻസേഷനിലായിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞ് എത്രമാത്രം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഉത്തരമാണ്. ഈ വിഷയം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ, സ്വവർഗ ലൈംഗികത എന്നത് എനിക്ക് അല്പം വിശദമായി സംസാരിക്കാൻ ഞാൻ കരുതിയിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. ബിനുജ, എന്നാ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ആർക്കും ഒന്നുമില്ലെങ്കിൽ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ടൈപ്പ് ചെയ്ത ചോദ്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? എന്നാ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഈ സ്വവർഗ ലൈംഗികത എന്നുള്ള വിഷയം, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ജെൻഡർ തിയറി എന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങളുണ്ട്.
ഇതൊക്കെ നമുക്കിപ്പോ ഒരു വ്യക്തി സ്ത്രീയായ ഒരു വ്യക്തി പുരുഷനായി മാറുന്ന അങ്ങനെയുള്ള സർജറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ചില വിഷയങ്ങളാണ്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പൊതുവായിട്ട് സംസാരിക്കുന്നതാണ്. അച്ഛനൊരു വാക്ക് നന്ദി. വളരെ സ്നേഹത്തോടു കൂടെ നമ്മൾ ഈ ക്ലാസ് വിഭാവനം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലീഡേഴ്സ്, കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, വിശ്വാസസംബന്ധമായ ചോദ്യങ്ങൾ. അവയ്ക്ക് പ്രഗത്ഭരായ ആളുകൾ, ഓരോ വിഷയങ്ങളിലും പണ്ഡിതരായ ഡോക്ടറേറ്റ് ഉള്ള ആളുകൾ മറുപടി നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് ശരിയായ ഉത്തരം നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. നമ്മൾ ഇന്ന് ധാർമ്മിക മേഖലയിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന നിരവധിയായ പല രാജ്യങ്ങളിലൊക്കെ പല ഗർഭഛിദ്രം പോലുള്ള നിയമത്തിന് വിധേയമാക്കുന്നു, അംഗീകരിക്കുന്നു വാർത്തകളൊക്കെ കേൾക്കുന്നു. അങ്ങനെയുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഈ ധാർമ്മിക ശാസ്ത്രത്തിലെ റോമിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് ഡോക്ടർ രഞ്ജിത്ത് ചക്കുമൂട്ടിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛന് നിങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഒരു ക്ലാസ്സും കൂടെ അച്ഛനുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനും പരിഹരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ അച്ഛൻ ഞായറാഴ്ച നമുക്കറിയാം, ആ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി മനോഹരമായ ക്ലാസ് എടുത്ത അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛൻ്റെ അടുത്ത ക്ലാസ്സിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒപ്പം ഈ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, നിങ്ങൾ പല ഇടവകയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നവരാണ്. നിങ്ങൾ ഈ ഈവനിങ് 1 മണിക്കൂർ ത്യാഗപൂർവ്വം ചെലവഴിച്ചതിന് ഹൃദയപൂർവ്വം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനെയും ഇന്നൊരു 100ഓളം പേരാണ് പങ്കെടുത്തത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഒരുപാട് പേരെ നമുക്ക് പങ്കെടുപ്പിക്കാം. നിങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനെയും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നല്ല ഒരു ഈവനിങ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു.